ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കിന്നത്തെ ഗോൾഡ്, യൂറോ USD, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റിൽ ഓവറോൾ സെല്ലിങ്ങിലേക്കാണോ ബൈങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഗോൾഡിൻ്റെ ചാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെയും ഗോൾഡിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡ് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന കാര്യം അതേപോലെ തന്നെ 100% കറക്റ്റായിട്ട് തന്നെ വർക്കായിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിന്നലെ പറഞ്ഞു പോയിട്ടുണ്ട് എന്തായിരുന്നു, മാർക്കറ്റ് ഓവറോൾ നോക്കുമ്പോൾ സെല്ലിങ്ങിലേക്കാണ് സാധ്യത കൂടുതൽ. ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു, ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഹൈയിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ സെല്ലിംഗ് സോണിലേക്ക് വരുവാണെങ്കിൽ സെല്ലിലേക്ക് പോകാൻ മാർക്കറ്റ് സാധ്യത കൂടുതലാണെന്ന്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നല്ല ട്രേഡുകൾ അവിടെ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ബൈയിങ്ങിലേക്കുള്ള മൈനർ ട്രെൻഡിന് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്താണ്, മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിലൊരു മേജർ ഹൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേജർ ഹൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകണമെങ്കിൽ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഈ ഒരു ട്രെൻഡിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ, ഈ ഒരു മേജർ ലോയിനെ ബ്രേക്ക് ചെയ്താലേ, ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത മേജർ ലോയിനെ ബ്രേക്ക് ചെയ്താലേ ഇതൊരു പുതിയ BOS ആവുള്ളൂ. ഓക്കെ അല്ലേ, ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത ആയതുകൊണ്ട് തന്നെ ഇനി എന്താണ്, മാർക്കറ്റ് ഈ ലോയിന് ബ്രേക്ക് ചെയ്താൽ പുതിയൊരു BOS കിട്ടും. ഇതിനുള്ളിൽ എന്താണ്, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ലോയിൻ്റെ ഉള്ളിൽ ഈ ഒരു ലോയിൻ്റെയും ഈ ഒരു ഹൈൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് മൈനർ ട്രെൻഡിലേക്ക് മൈനർ ട്രെൻഡിൽ നോക്കിയിട്ട് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലെവൽസ് കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ, ഫസ്റ്റ് എന്താണ്, ഈ ഒരു ലോയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഇവിടെ ഞാനൊരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്തു. ഇതിന് ശേഷം ഈ ഒരു റേഞ്ചിൽ ഏതെങ്കിലും സെല്ലിംഗ് സോണൊക്കെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സെല്ലിംഗ് സോണിൽ ഓൾറെഡി മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്, അതിലും മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നമുക്ക് സെല്ലിംഗ് സോണായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ഇതൊരു സെല്ലിംഗ് സോണായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് ഈ മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ സെല്ലിംഗ് സോണിലേക്കോ വന്ന് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇന്നലെ നോക്കിയത് മേജർ ട്രെൻഡ് ആണെങ്കിൽ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് ഇതിനകത്ത് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു മേജർ ലോയിനെ ബ്രേക്ക് ചെയ്യുന്നിരിക്കട്ടെ, ഈ മേജർ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ അല്ലേ, ഇതും സെല്ലിംഗ് സോണായിട്ട് വരും. പിന്നെ ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഇത് വരും. ഓക്കെ അല്ലേ, നമുക്ക് പിന്നീട് എന്താണ്, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെല്ലിംഗ് സോണിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഇതായതുകൊണ്ട് ഇതിലേക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും സാധ്യതയാണ് ഗോൾഡിലുള്ളത്. ഫസ്റ്റ് മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയാണ് കൂടുതലുള്ളത്. പിന്നെ ഇവിടെ വന്ന് ഒരു അഗ്രസീവായിട്ടൊരു ബൈ എൻട്രിക്ക് സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇതിൽ സെല്ലേഴ്സ് തന്നെയാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയുണ്ട്, ഹൈയിൽ ലിക്വിഡിറ്റി സ്വീപ്പാണ്. അത്രയും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ബൈയിങ്ങിലേക്ക് ഇവിടെ സാധ്യതയൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ബൈയിങ്ങിലേക്ക് ഇന്നത്തെ ദിവസം ട്രേഡിനൊന്നും സാധ്യതകൾ കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് യൂറോ USDൻ്റെ കാര്യത്തിലേക്കും വരാം. യൂറോ USDയിൽ നമ്മളിന്നലെ മാർക്ക് ചെയ്ത് പോയിട്ടുന്ന ലെവൽസ് ഇതൊക്കെയായിരുന്നു. പക്ഷേ മാർക്കറ്റ് അതിലേക്ക് എത്തിയില്ല. ഏറ്റവും ലോയിലൊരു ഇൻഡ്യൂസ്മെൻ്റൊക്കെ എടുത്ത് തന്നെ മാർക്കറ്റ് എന്താണ് ഡൗൺ സൈഡിലേക്ക് പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ, ഇനി ഈ ഒരു ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ് BOS കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 50 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, 50 ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടി. ഏറ്റവും അടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പോയിട്ടൊക്കെ എൻട്രി എടുക്കുന്നത് കുറച്ചും കൂടെ റിസ്ക് ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ, കുറച്ചും കൂടെ പ്രീമിയത്തിലേക്ക് വന്നതിന് ശേഷമേ സെല്ലേഴ്സ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ പ്രീമിയത്തിലൊരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, പ്രീമിയത്തിൽ ഇവിടെ ഒരു സെൽ സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലോ മാർക്കറ്റ് ഇവിടെയും ഒരു സെൽ സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതും ഒരു ഓർഡർ ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതും മാർക്ക് ചെയ്യാം. ഇതിന് ശേഷം നോക്കിയാൽ മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു. അതിനുശേഷം ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തില്ല, അതിനടുത്ത് വരെ വന്നിട്ടാണ് വീണ്ടും സെല്ലിലേക്ക് പോയത്. ഇതെന്താണ്, ഇതും ഒരു ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ അല്ലേ, ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിനടുത്ത് വരെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്താണ്, ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്കിൽ വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലിലേക്ക് നോക്കാനായിട്ട് പറ്റും. ഇതാണ് മേജർ ലോ. ഇതുവരെ നമുക്ക് ടാർഗറ്റായിട്ട് നോക്കാനും പറ്റും കേട്ടോ. അല്ലെങ്കിൽ അടുത്ത നിയറസ്റ്റ് ലിക്വിഡിറ്റിയൊക്കെ നമുക്ക് ടാർഗറ്റായിട്ട് നോക്കാനും പറ്റും. ഇതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് റെസ്പെക്റ്റ് ചെയ്തില്ല എന്നാണ് നമുക്ക് പ്രീമിയത്തിലേക്ക് വരുമ്പോഴും സെൽ എൻട്രി നോക്കാം. ഇത് ഫെയിൽ ആകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സെൽ എൻട്രി നോക്കാൻ പറ്റുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ അല്ലേ, ഈ 3 ലെവൽസാണ് നമുക്ക് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് യൂറോ USDയിൽ ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ സെല്ലിംഗ് സോണിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് എൻട്രി നോക്കാം. ടാർഗറ്റ് എന്നുള്ളത് മേജറിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് ആറാറുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നീടാണ് പ്രീമിയത്തിലെ സെൽ സോൺ വരുന്നതും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നതും. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ് യൂറോ USDയിലും വരുന്നത്. ഗോൾഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് യൂറോ USDയിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നമ്മളെ ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ഇന്നലെ ഇല്ലായിരുന്നല്ലോ അല്ലേ.
ഓക്കെ, ഞാൻ എന്താണ് ഇതിലെ മാർക്കിങ്സ് ഒന്നും കൂടെ കളഞ്ഞതിന് ശേഷം ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നേരെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്കും വരാം. നമ്മൾ ലാസ്റ്റ് ദിവസം മാർക്ക് ചെയ്ത ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ 50 മില്യൺ ഇൻഡ്യൂസ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ആ മാർക്ക് ചെയ്ത ലെവൽസിൽ നിന്നെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകളും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡിൽ ബൈയിങ്ങിലേക്കുള്ളൊരു ലിക്വിഡിറ്റി ഇതുവരെ ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ആകെ കിട്ടിയിരിക്കുന്ന ഇതാണ് ഒരു 50 മില്യൺ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. സെല്ലിലേക്കുള്ളൊരു മേജർ ലിക്വിഡിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇതാണ് മേജർ ലോ ആയിട്ട് വരുന്നത്. ഈ മേജർ ലോയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിനുള്ളിൽ നമുക്ക് ഇൻഡ്യൂസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് ശേഷം ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ഒരു ലോയിനെയാണ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇതിൻ്റെ ഹൈ ഫസ്റ്റ് ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്താണ്, ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടും വരും. ഫസ്റ്റ് മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും, ഇത് ഈ ട്രെൻഡിലെ മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഈ പ്രീമിയത്തിലെ ഇൻഡ്യൂസ്മെൻറ്റിൽ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നത് നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ഇതിൽ അത്രത്തോളം അഗ്രസീവായി നോക്കണമെന്നില്ല. കുറച്ചും കൂടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യത കൂടുതൽ മേജർ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിലാണ് കേട്ടോ. അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഇതിലൊന്നും ട്രേഡ് കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോഴും ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് എന്താണ്, ഈ ഒരു ഹൈനെയാണ് ബ്രേക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ പുതിയൊരു ബൈയിങ്ങിലേക്കുള്ള ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഇതും മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ. ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയായിട്ട് നമുക്ക് ഇതിലും ട്രേഡ് നോക്കാം. പിന്നെ അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കട്ടെ, നല്ല ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ബൈയിലേക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്കും ഇത്രയും ലെവൽസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ആവുന്നില്ലേ. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം സാധ്യത കൂടുതൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ മൈനർ ട്രെൻഡാണ്. മേജർ ലോവിന് ബ്രേക്ക് ചെയ്താലേ പുതിയൊരു ട്രെൻഡ് നമുക്ക് മേജർ ട്രെൻഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ യൂറോ യുഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ട്രെൻഡ് ഉണ്ട്. ഓക്കെ അല്ലേ. യൂറോ യുഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ മേജർ ട്രെൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ലിക്വിഡിറ്റി ഏരിയയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സാധ്യതകൾ കൂടുതൽ തോന്നുന്നത് യൂറോ യുഎസ്ഡിയിലാണ് കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ തന്നെ എന്താണ് മൈനർ ട്രെൻഡിൻ്റെ ഒരു സാധ്യതയുണ്ട്. പിന്നെ പ്രീമിയം ഡിസ്കൗണ്ടും നമുക്ക് എന്താണ് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞുതരാം. പ്രീമിയം ഡിസ്കൗണ്ടിന് കിട്ടാത്തതുകൊണ്ടെന്നാണ്, ഇപ്പോൾ പ്രീമിയത്തിലേക്ക് മാർക്കറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ഈ മൈനർ ട്രെൻഡിൽ എൻട്രി നോക്കുന്നത് കുറച്ച് റിസ്ക്കുമാണ്. ഓക്കെ അല്ലേ. 50% എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുകളിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതിനൊന്നും മിറ്റിഗേറ്റ് ചെയ്തിട്ടുമില്ല. മാർക്കറ്റ് എന്താണ് ഏറ്റവും ഡിസ്കൗണ്ടിൽ തന്നെയാണ് പുതിയൊരു സെൽ സോണും കാര്യങ്ങളും ക്രിയേറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഒരു മൈനർ ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു സെൽ സോണാണ്, ഒരു സെല്ലിംഗ് സോണുമാണ്. ഇപ്പം എന്താണ്, ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് നോക്കിയ പോലെ തന്നെ ഇവിടെ യൂറോ യുഎസ്ഡിയിൽ എന്താണ് ഏറ്റവും ലോയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ പ്രൈസ് ഹൈയിലേക്ക് പോയിട്ട് ഇവിടെ നിന്നൊരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ അല്ലേ. ഇതിപ്പോൾ സെൽ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. പിന്നെ സാധ്യതകൾ കൂടുതലെന്ന് പറയുന്നത് മാർക്കറ്റ് ഇതിന് മുകളിൽ ഒരുപാട് ലെവൽസ് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോയിൽ പോയിട്ട് അത്രത്തോളം അഗ്രസീവായിട്ട് നോക്കണമെന്നില്ല. ഓക്കെ അല്ലേ. പിന്നീട് എന്താണ്, ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പുതിയ ട്രെൻഡായിട്ടും വരും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലും വരുന്നത്. സൗണ്ട് മൊത്തത്തിൽ പോയിരിക്കുവാണ്, അതാണ് ഇടയ്ക്ക് ഓടി കട്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.